ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോട് കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ ആ ഒരു വാസം തിങ്കളാഴ്ചയോട് കൂടി തന്നെ അവസാനിക്കുകയാണ്. അതിനുശേഷം അശ്വിനും ശ്രുതിയും കൂടിയിട്ട് തിരിച്ച് അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത്. എന്തായാലും അശ്വിൻ്റെയും ശ്രുതിയുടെയും ആ ഒരു വലിയ രഹസ്യം, മഹാരഹസ്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അശ്വിൻ. അതിനുശേഷം വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലേക്ക് എത്തുന്നത് തൊട്ട് അശ്വിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ട് ശ്രുതി എടുത്ത് എങ്ങനെയെങ്കിലൊക്കെ ശ്രുതിനെ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നാണ് അശ്വിനെ. കാരണം സത്യങ്ങളൊക്കെ ശ്രുതി എടുത്ത് ഇപ്പൊ തുറന്ന് പറഞ്ഞപ്പോ തൊട്ട് ശ്രുതി എടുത്തുള്ള ദേഷ്യം അശ്വിനെ കൂടി വരുവണ പോലെയാണ് അശ്വിനെ തോന്നുന്നത്. അതേ സമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. പ്രീതി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് ആകെ വിഷമം പോലെ, വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അശ്വിൻ സാർ, അവിടെ പിടിക്കാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല ചേച്ചി, പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവിടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, അമ്മക്കും അമ്മായിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാണ്. പിന്നെ നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത, നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണമെന്ന്, നീ പഴയ പോലെ അല്ല, ആകെ വളർത്ത് വിഷമം പോലെ, എന്താ ശ്രുതി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, അതോ ഞാൻ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇല്ല ചേച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് നടക്കുവാണ്. അതിനുശേഷം അശ്വിന ഒരു ഇത് വരുവാട്ടോ, ലണ്ടനിൽ ഒരു ചെറിയൊരു ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് അശ്വിന ലണ്ടനിൽ പോണ ഒരു ചെറിയൊരു സിറ്റുവേഷൻ വരുവാണ്. അപ്പൊ അതല്ല, അശ്വിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ക്ലയന്റിനെ വിട്ടാലും മതി. പക്ഷെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അശ്വിൻ തന്നെ പോകാൻ വേണ്ടി തീരുമാനിക്കണം. അങ്ങനെ നമ്മുടെ അശ്വിനാണ് അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി എനിക്കിങ്ങനെ ലണ്ടനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ലണ്ടനിൽ പോകണം. അടാ നീ തന്നെ അത് പോണോ, നിന്റെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് പാർട്ട്ണർ അതിനെ വിട്ടാൽ പോലെ, നിനക്ക് പോകണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കാണ്. എത്ര ദിവസത്തേക്കാ നീ പോകണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ചേച്ചി, അവിടെ എത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ, ഞാൻ എന്തായാലും പോകാണ്, എനിക്ക് ഇന്ന് തന്നെ പോകണം, ഇന്നാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അഞ്ജലി പറയുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ ശരി, നീ എന്നാ നിനക്ക് പോയിട്ട് നിനക്ക് പോയാലേ പറ്റുള്ളൂ, എങ്കിൽ നീ പോയിട്ടോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് അഞ്ജലി. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ശ്യാം റൂമിൽ കയറിട്ട് ആ ഡോക്യുമെന്റ് എടുത്തു മാറ്റിയ കാര്യം ശ്രുതി അറിയുന്നുണ്ട്. അങ്ങനെ അത് അറിയുന്ന ശ്രുതി ആണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആ ഡോക്യുമെന്റ് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി, അത് തിരിച്ച് നമ്മുടെ ശ്യാമിന്റെ റൂമിൽ നിന്ന് ആ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഡോക്യുമെന്റ് ശ്യാമിന്റെ റൂമിൽ നിന്ന് എടുക്കുന്നുണ്ട്. ശ്യാം പിറ്റേ ദിവസം വന്നിട്ട് ആ റൂമിൽ ഡോക്യുമെന്റ് തപ്പുമ്പോഴേക്കും ആ ഡോക്യുമെന്റ് അവിടെ തന്നെ കാണുന്നൊന്നും ഇല്ല കേട്ടോ. ശ്യാമിനെ മനസ്സിലാവും ശ്രുതിയാണ് ഇത് എടുത്തിട്ടുണ്ടാവാന്ന് മനസ്സിലാവുന്നുണ്ട്. ശേഷം ശ്രുതി അശ്വിനിങ്ങനെ തപ്പി നടക്കുവാണ്. അപ്പൊ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അശ്വിൻ സാറിനെ കണ്ടായിരുന്നോ ചോദിക്കാണ്. അപ്പൊ നിന്നോട് അവനൊന്നും പറഞ്ഞില്ലേ എന്ന് അഞ്ജലി ചോദിക്കണ്ട്. എന്നോട് എന്ത് പറയാണ്ട്, അല്ല അവൻ ലണ്ടനിൽ പോണ കാര്യം നിന്നോട് പറഞ്ഞില്ലേ? ലണ്ടനിലോ? ആര്? അശ്വിൻ സാറോ? അതെ, ഞാൻ വിചാരിച്ചു നിന്നോട് പറഞ്ഞിട്ടായിരിക്കും പോണേന്ന്. അവൻ ലണ്ടനിൽ പോയല്ലോ ശ്രുതി, ഈ സമയത്ത് അവന്റെ ഫ്ലൈറ്റ് പുറപ്പെടാൻ സമയമായിട്ടുണ്ടാവും, അവൻ നേരത്തെ തന്നെ പുറപ്പെട്ടു. അയ്യോ, അവൻ എന്ത് പണിയാ കാണിച്ചത്, നിന്നോട് അനുവാദം വാങ്ങിക്കാതെയാണ് അപ്പൊ അവൻ പോയത്. ഞാൻ വിചാരിച്ചു അവൻ നിന്നോട് പറഞ്ഞിട്ടായിരിക്കും എന്നോട് പറഞ്ഞെന്ന്. സോറി ശ്രുതി, അതാ ഞാൻ നിന്നോട് പറയാതിരുന്നത്, പെട്ടെന്ന് എന്തോ ബിസിനസ് ആവശ്യം. അപ്പോ ഇനി എപ്പോഴും അശ്വിൻ സാർ വരിക എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഒന്നും പറയാൻ പറ്റില്ല ശ്രുതി, സാധാരണ അവൻ പോയിക്കിനെ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ വരാറുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം അവൻ എന്തോ താമസിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ട് പോയതെന്ന് പറയാണ്. അത് കേൾക്കുന്ന ശ്രുതിയുടെ കണ്ണൊക്കെ ആകെ നിറയാട്ടോ. നമ്മുടെ അഞ്ജലിക്കും ആകെ വിഷമമൊന്നുണ്ട്. എന്നാൽ അവൻ എന്താ നിന്നോട് പറയാതെ പോയെന്ന് എനിക്ക് അറിയില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം ശ്രുതി അഞ്ജലിയുടെ മടിയിൽ കിടന്ന് കുറെ നേരം കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി തീരുമാനിക്കുകയാണ്, എന്തായാലും ലണ്ടൻ ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ടില്ലല്ലോ, എങ്ങനെയെങ്കിലും അശ്വിൻ സാറിനെ കാണണം, സത്യങ്ങളൊക്കെ പറയണം, ശ്യാം തനിക്ക് ആരാണെന്നും ശ്യാമിനെ എങ്ങനെ പരിചയപ്പെട്ടേന്നോ പിന്നീട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അശ്വിനോട് തുറന്നു പറയണം. അതിനുശേഷം മാത്രം താൻ തിരിച്ചു വീട്ടിലേക്ക് വരണമെന്ന് ശ്രുതി തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി അവിടെ നിന്ന് വേഗം തന്നെ അശ്വിനെ കാണാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാട്ടോ. അതേസമയം അശ്വിൻ എയർപോർട്ടിലൂടെ ഫ്ലൈറ്റ് വരാൻ വേണ്ടി താമസിക്കും, 1 മണിക്കൂർ താമസിക്കുന്നുണ്ട്. അപ്പൊ അശ്വിനോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്ലൈറ്റ്. അതേസമയം ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അശ്വിനെ വിളിക്കുന്നുണ്ട്, അശ്വിൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി അശ്വിനെ കാണാൻ വേണ്ടി ഒരു ടാക്സി പിടിച്ചിട്ടാണ് പോണത്. അപ്പൊ ടാക്സിയിൽ ഇരിക്കുന്ന ശ്രുതി വേഗം തന്നെ ശ്യാമിന് ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ, ശ്രുതി, എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ്. നിങ്ങളിത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്. എന്താ ശ്രുതി, നിങ്ങൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് വരണം എന്ന് പറയും. എയർപോർട്ടിലോ? അതെന്തിനാ ഞാൻ വരണത്? അതെ, നിങ്ങൾ റൂമിൽ ഡോക്യുമെന്റ്സ് തപ്പുന്നില്ലേ, അത് നിങ്ങൾ തപ്പണ്ട, അത് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് വരണം, എന്നിട്ട് അശ്വിൻ സാറിന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് കട്ട് ചെയ്യാണ് ശ്രുതി. ആ സമയത്ത് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പോ എയർപോർട്ടിൽ കെട്ടിയെടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ, അല്ല അവൾ എയർപോർട്ടിൽ പോയ സ്ഥിതിക്ക് കൈ വീശിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവാം, അപ്പൊ ഡോക്യുമെന്റ് റൂമിൽ ഉണ്ടാവുമല്ലോ, ഞാൻ വന്നത് തന്നെ, നീ അവിടെ എന്നെ കാത്തിരുന്നോ, ഞാൻ വരില്ല എന്ന് ശ്യാം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ശ്രുതി എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഓട്ടോക്കാരന് പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ശേഷം ശ്രുതി ബാക്കി പൈസ മേടിക്കാൻ മറന്നിട്ട് വേഗം തന്നെ ശ്രുതിയുടെ കയ്യിലാക്കി 500 രൂപയേ ഉള്ളൂ കേട്ടോ. ആ പൈസ കൊടുത്തിട്ട് അങ്ങനെ തന്നെ ശ്രുതി എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് ഓടുവാണ്. ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറയണ്ട, മാഡം
പാസ് ഇല്ലാതെ കിടക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അയ്യോ എന്റെ കയ്യിൽ പാസ് ഒന്നുമില്ല, എന്നാ പൈസ അടിച്ചിട്ട് പാസ് മേടിക്കാൻ പറയുന്നുണ്ട്. പൈസ അടയ്ക്കാനോ? അയ്യോ ഞാൻ ഓട്ടോക്കാരന് ബാക്കി പൈസ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ബാക്കി പൈസ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അയ്യോ ഓട്ടോക്കാരൻ പോയല്ലോ, പ്ലീസ് പ്ലീസ് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഒരാളെ കാണാനായിട്ടാണ്, എനിക്ക് കയറണോന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല മാഡം, ഇതിനുള്ളിൽ അങ്ങനെ ആരും കയറ്റിവിടാൻ പറ്റുമെന്നുള്ളത് പറയാണ്. ആ സമയത്ത് ശ്രുതിഷു എന്ത് ചെയ്യും അശ്വിൻ സർ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അശ്വിനെ ആ എയർപോർട്ടിൽ വെച്ചിട്ട് എന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രുതി അവിടെ എവിടെ ഉള്ള പോലെ അശ്വിനെ ഫീൽ ചെയ്യാണ്. അശ്വിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോണതേ ശ്രുതി അവിടെ നിൽക്കുന്നു. ശ്രുതിയും അശ്വിനെ കാണുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ചില്ലും കൂടിന്റെ ഉള്ളിൽ നിന്ന് അശ്വിൻ സർ വാ സർ സാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ്. അപ്പൊ അശ്വിൻ ഫോൺ എടുക്കുന്നുണ്ട്. അശ്വിനോട് ശ്രുതി പറയുന്നുണ്ട്, സർ എനിക്ക് സാറിന്റെ ഒരു 10 മിനിറ്റ് സംസാരിക്കണം പ്ലീസ് സർ, ഒന്ന് പുറത്തു വാ സർ, എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് സാർ എവിടെയാണെന്ന് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് സുധീർത്ത് പറയണ്ട്, എന്റെ ഇത് ഫ്ലൈറ്റ് വരാനായിട്ട് 15 മിനിറ്റ് സമയം എടുക്കും, നീ 10 മിനിറ്റ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ 10 മിനിറ്റുള്ളിൽ തന്നെ നീ പറയണം എന്ന് പറയാണ്. ശരി സർ ഞാൻ ഇപ്പൊ പറയാം, ഒരാൾ വരാനുണ്ട്. ആര് വരേണ്ടത്? അതൊക്കെ വരാനുണ്ട് സർ എന്ന് പറയാണ്. അങ്ങനെ ശ്യാമിനെ വീണ്ടും ശ്രുതി വിളിക്കുകയാണ്. എവിടെയാ നിങ്ങൾ, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ശ്യാം ചിരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാട്ടോ. ശ്യാം പുറപ്പെട്ടിട്ടൊന്നുമില്ല, കാരണം ശ്യാമിന് ഡോക്യുമെന്റ്സ് കിട്ടി, അതുകൊണ്ട് ശ്യാം പുറപ്പെട്ടില്ല. അങ്ങനെ അശ്വിൻ പറയണ്ടേ, അല്ല 10 മിനിറ്റ് ആവാനായി, ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കി സമയമുള്ളൂ, നീ ആരെ കാത്തു നിൽക്കുക, അത് ശ്യാം എന്ന് പറയുമ്പോൾ അശ്വിന് ദേഷ്യം വരണം. അശ്വിൻ പറയേണ്ടതേ നോക്ക് 2 മിനിറ്റിനുള്ള ബാക്കി, മര്യാദയ്ക്ക് സമയമാവെങ്കിൽ വാ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോവാന്ന് പറയാണ്. അങ്ങനെ സമയം 10 മിനിറ്റ് ആവാണ്. അശ്വിൻ ശ്രുതിനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവാണ്. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമാവുന്നുണ്ട് കേട്ടോ. ശ്രുതി അവിടെ നിന്ന് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന ശ്രുതിയുടെ കണ്ണുകൾ കണ്ടിട്ടാണ് അശ്വിൻ അകത്ത് കയറി പോണത്. അകത്ത് കയറി പോയ അശ്വിന് ആകെ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അശ്വിന്റെ മനസ്സിൽ ഫുള്ള് ശ്രുതി മാത്രമാണ്. ഈശ്വരൻ ഞാൻ എന്തിനാ ഇങ്ങനെ കയറി പോണത്, ലണ്ടനിലേക്ക് പോണത്, ലണ്ടനിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഒരു കാരണവും ഇല്ല. എനിക്കിട്ട് ശ്രുതിനെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇല്ല ഞാൻ പോവില്ല, ഞാൻ ലണ്ടനിലേക്ക് പോവില്ല, എനിക്ക് എന്റെ ശ്രുതിനെ വേണം, ശ്രുതിനെ കാണാതെ എനിക്ക് പറ്റില്ല. ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ചിരിച്ചോണ്ട് ഇങ്ങനെ തിരിയുവാട്ടോ. തിരിയുമ്പോഴേക്കും അശ്വിന്റെ പുറകിൽ ഒരാളിങ്ങനെ കൈ വെക്കുവാണ്. ഹലോ ഹലോ എന്ന് അശ്വിൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പേര് അശ്വിൻ സായിറാം എന്നാണോ എന്ന് ചോദിക്കാണ്. അതെ എന്റെ പേര് അശ്വിൻ സായിറാം എന്നാണ് എന്ന് അശ്വിൻ പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഒരു സെക്കൻഡ് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. അത് വേറെ ആരുമല്ല, അത് കുറച്ച് ഗുണ്ടകളാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോണ ഗുണ്ടകള്. ശ്രുതി ആണെങ്കിൽ നോക്കുമ്പോഴേക്കും ആ ഒരു ഫ്ലൈറ്റ് അവിടെ വരുന്നുണ്ട്. ഫ്ലൈറ്റ് തിരിച്ച് ലണ്ടനിലേക്ക് പറന്നു പോകുന്നുണ്ട്. ശ്രുതി ആ ഫ്ലൈറ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ സാർ ആ ഫ്ലൈറ്റിൽ കയറിപ്പോയി, ഇനി അശ്വിൻ സാർ എന്നെ കാണാൻ വേണ്ടി വരുമോ? ഇല്ല, അശ്വിൻ സാർ അത്രമാത്രം വെറുത്താ പോയത്. എല്ലാത്തിനും കാരണം ആ ശ്യാമാണ്. 10 മിനിറ്റിന് മുമ്പ് അയാൾ വരുവാണെങ്കിൽ സത്യങ്ങളെല്ലാം അശ്വിൻ സാറിനോട് തുറന്നു പറയായിരുന്നു. ഞാൻ ഒറ്റക്ക് പറഞ്ഞ അശ്വിൻ സാർ വിശ്വസിക്കില്ലായിരുന്നു, അതുകൊണ്ട് ശ്യാമിനെ വിളിച്ചത്. ഇനി എനിക്ക് അശ്വിൻ സാറിനെ കാണാൻ പറ്റില്ലേ? അശ്വിൻ സാർ ലണ്ടനിൽ പോയി, ആ ഫ്ലൈറ്റിൽ പറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ ഫ്ലൈറ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. ശരിക്കും ആ ഫ്ലൈറ്റിൽ അശ്വിനൊന്നും ഇല്ല. അശ്വിൻ ശ്രുതിനെ കാണാതിരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോയപ്പോ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകട്ടെ അശ്വിന. അങ്ങനെ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കാണ്. അത് ഞാൻ അശ്വിൻ സാറിനെ കാണാൻ വേണ്ടി. നീ എയർപോർട്ടിൽ പോയോ? അതെ. എന്നിട്ട് അവനെ കണ്ടു? കണ്ടു. അശ്വിൻ സാർ പോയെന്ന് പറയാണ്. സാരില്ല ശ്രുതി, അവൻ എത്രയും പെട്ടെന്ന് വരും, ഞാൻ അവനെ വിളിച്ചു നോക്കാം, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കാന്ന് പറയുന്നുണ്ട്. നീ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറയാണ്. ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ അശ്വിനെ കുറച്ച് ദിവസത്തേക്കുള്ള എപ്പിസോഡ് നമുക്കിനി കാണാൻ സാധിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെടാൻ അങ്ങനെ ഉണ്ടോ ഹിന്ദിയിൽ, ഇനിയിപ്പോ ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.